യേശുവിൽ നിന്ന് വാഗ്ദത്തം പ്രാപിച്ച ഒരു ദൈവവൈതലാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വാഗ്ദത്തങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ മേലെ അത് സംഭവിച്ചിരിക്കും. ഈ വചനത്തിൽ നിന്ന് പ്രാപിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രവാചകൻ നിങ്ങളോട് സംസാരിച്ച ദൂതുകളായിരിക്കാം. എന്ത് തന്നെയായിരുന്നാലും, വ്യക്തിപരമായി ഇടപെട്ട ആലോചനകളായിരുന്നാലും അത് നിങ്ങളുടെ ജീവിതത്തിൽ മേൽ സംഭവിച്ചിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്കതിൽ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾ ഒരു പക്ഷേ വാഗ്ദത്തങ്ങൾ മറന്നിരുന്നാലും, ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിങ്ങൾ മറന്നിരുന്നാലും, വാക്ക് പറഞ്ഞ് എൻ്റെ യേശു മാറത്തില്ല കേട്ടോ. അത് മറന്നു പോകത്തുമില്ല കേട്ടോ. അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിച്ചിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? വാക്കുകൾ മാറ്റി മാറ്റി പറയുവാൻ അവൻ മനുഷ്യനല്ല, മനുഷ്യപുത്രനുമല്ല. സംഖ്യാപുസ്തകം 23:19 ഇങ്ങനെ പറയുന്നു: വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദപിക്കുവാൻ അവൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? താൻ അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, എൻ്റെ സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ചത് ചെയ്യാതിരിക്കുമോ? അത് അരുളി ചെയ്തത് നിവർത്തിക്കാതിരിക്കുമോ? ഇല്ല, അവൻ ചെയ്തിരിക്കും, അവനത് നിവർത്തിച്ചിരിക്കും. ഈ ബൈബിളിൽ എത്ര വാഗ്ദത്തങ്ങൾ ഉണ്ടെന്നറിയാമോ? 8810 വാഗ്ദത്തങ്ങളുണ്ട്. അതിൽ 7487 മനുഷ്യർക്കുള്ളതാ, നമ്മൾക്കുള്ള വാഗ്ദത്തങ്ങളാ. 7487 വാഗ്ദത്തങ്ങൾ. അത് ഇന്ന് പകലിൽ നിങ്ങൾക്കുള്ള വാഗ്ദത്തങ്ങളെ നിങ്ങൾ ഈ വചനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് പ്രാപിച്ചാട്ടെ. ആമേൻ, സ്തോത്രം. ഇന്ന് വരെ ഒരു വാഗ്ദത്തം പോലും കേൾക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾക്കുള്ളതാ ഈ തിരുവചനം. ആരും വന്ന് തലേ കൈവച്ച് വാഗ്ദത്തം പറയണ്ട. നിങ്ങളുടെ കരത്തിൽ തന്നിരിക്കുന്ന ഈ തിരുവചനത്തിനകത്തുള്ള വാഗ്ദത്തങ്ങൾ നിങ്ങൾക്കുള്ളതാ. ഒരുപക്ഷെ നിങ്ങളുടെ സാഹചര്യം, ഇപ്പോഴുള്ള സാഹചര്യം, ഒരു വാഗ്ദത്തം പോലും നിങ്ങളുടെ ജീവിതത്തിന്മേൽ കേട്ടത്, നിങ്ങൾ അനവധി വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴുള്ള സാഹചര്യങ്ങൾ, ആ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുമോ എന്നുള്ള സംശയമായിരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ളത്. അങ്ങനെ സംശയത്തോടെ ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, ഭയപ്പെടേണ്ട കേട്ടോ, വിഷമിച്ചിരിക്കേണ്ട കേട്ടോ. സ്വർഗത്തിലധികം നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ അവസ്ഥകൾക്ക്, നിങ്ങളുടെ സ്ഥിതികൾക്കും പൊടുന്നനെയാ സ്വർഗത്തിലധികം വ്യത്യാസം വരുത്തുവാൻ പോകുന്നത്. അവന്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല, അവനും ഒരു മാറ്റവുമില്ല. മനുഷ്യർ മാറിയിരുന്നാലും എൻ്റെ ദൈവമാണോ നിങ്ങളോട് അത് നിവർത്തിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്, അത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്, നിശ്ചയമായിട്ടും അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിച്ചിരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നു? ആത്മാവിലൊന്ന് പ്രതികരിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ഒരു പക്ഷേ ദൂതുകൾ കേട്ട് മടുത്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ സംഭവിക്കുമോ എന്നുള്ള സംശയത്തോടു കൂടി ഇരുന്ന് കേൾക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ, നിങ്ങൾ ഭാരപ്പെടേണ്ട കേട്ടോ. നിവർത്തിച്ചത്, സംസാരിച്ചത് എൻ്റെ സ്വർഗമാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിന്മേൽ നിവർത്തിയിരിക്കുന്നതും എൻ്റെ സ്വർഗത്തിലെ ദൈവമാണ്. അതെ, ദൂത് അതിൻ്റെ സമാപ്തിയിലേക്ക് എത്തുവാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് വൈകിയാലും നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത് സംഭവിച്ചിരിക്കും. വിശ്വസിച്ചാട്ടെ. സാധ്യതകളെ നോക്കിയിരിക്കാതെ, അതെ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്മേൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ പോകുന്നു. ആ വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിങ്ങൾ കാണുവാൻ പോകുന്നു. അതേ, സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. വിശ്വസിച്ചാട്ടെ. ഈ വചനത്താൽ ഏവരെയും ദൈവം സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കും.